മോനെ വിന്ധ്യ. സുമുഖി, ഇതെങ്ങോട്ടാ രാവിലെ എല്ലാരും കൂടെ? നമ്മുടെ വിന്ധ്യ മാമകളത്ത് ചാകാൻ നിൽക്കുന്നു. ചേട്ടാ വാ. നിന്നെ അത്യാവശ്യമാ പുഞ്ചക്കരി പാടത്ത് തോമാറ്റം തിരക്കി. അങ്ങോട്ട് ചെല്ലും. അയ്യോ, ഒരു പോലീസുകാരുടെ കാര്യം പറഞ്ഞിരുന്നു. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് ചെല്ലേ. ഞാനിപ്പോ വരാം. ആ ശരി. എന്തിന്റെ കാര്യം? ഇല്ല, നിങ്ങളെല്ലാരും പോയാലേ ഞാൻ ഇറങ്ങൂ. ഈശ്വര, പോകാനാ പറഞ്ഞത്. അയ്യോ അല്ല, കാര്യം എന്തായാലും ഞങ്ങള് സാധിച്ചു തരാം. നീ താഴോട്ടിറങ്ങി വാ. എടാ മുടിഞ്ഞവനെ, തൂങ്ങിച്ചാകാൻ നീ വേറെ മരം കണ്ടില്ലേ? താഴേക്ക് ഇറങ്ങിയില്ലെങ്കിൽ എറിഞ്ഞില്ല ഞാൻ കൊല്ലും. മനസമാധാനമായിട്ട് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല അമ്മായി. അയ്യോ വേണ്ട മായി, അവ ഇറങ്ങും. മോനെ ഞാനല്ലേ വിളിക്കുന്നത്, ഇറങ്ങി വാടാ. എല്ലാരും പോകാനാ പറഞ്ഞത്. എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. പിന്നീട് നീ കടുങ്ങി ചെയ്ത ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? ഭാഗ്യം, ഇന്ത്യന്റെ അമ്മാവനെത്തി. അങ്ങേര് പറഞ്ഞ അനുസരിക്കായിരിക്കില്ല. അത് ശരിയാ, സാറ് പറഞ്ഞ കേൾക്കായിരിക്കും. എന്താ എന്താ ഇവിടെ പ്രശ്നം? തോർത്തെടുത്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ. നോക്കിയേ, തൂങ്ങിച്ചാ നമ്മളെ മാവേല കയറിയിരിക്കുന്നേ. അയ്യോ അമ്മാവ, ഞാൻ ഈ കയറുമായിട്ട് ഇവിടെ കയറാനുള്ള സാഹചര്യം അമ്മാവൻ അറിയില്ലേ? എന്ത് സാഹചര്യം? വിന്ധ്യ, നീ എന്ത് വിവരക്കടയായി കാണിക്കുന്നേ? എടാ, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ നടത്തി തരുമെന്ന് നിനക്ക് അറിയാമല്ലോ. മക്കള് താഴേക്ക് ഇറങ്ങി വാ. ഇന്നലെ പറഞ്ഞില്ലേ നീലിമയ്ക്ക് ഊഞ്ഞാൽ ഇഷ്ടാണെന്ന്? നാളെ വരികയല്ലേ, ഇന്ന് ഊഞ്ഞാല് കെട്ടിയിടാന്ന് വെച്ചു. ഇനിയെങ്കിലും അവരോട് പോവാൻ പറ. സമ്മതിച്ചു. പത്മം, എന്റെ മകൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്വത്തായി മാവും കൊമ്പേ കയറിയിരിക്കുന്നേ. മക്കളെ വാ. അമ്മാവനും മരുമോനും വട്ട, നല്ല അസല് വട്ട. കല്യാണം നടക്കും. ഈ വരുന്ന വ്യാഴാഴ്ച എയർ ഇന്ത്യയുടെ ബോയിങ് 737 ഫ്ലൈറ്റിൽ എന്റെ നീലിമ ലാൻഡ് ചെയ്യും. എയർപോർട്ടിൽ നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്നു. നമ്മളല്ല, ഞാൻ. നീലിമയുടെ ബാല്യകാല സുഹൃത്തും ഭാവി വരനുമായ ഞാൻ. ഞങ്ങൾ ഒരുമിച്ച് നേരെ മാമംഗലം തറവാട്ടിലേക്ക്. ഇടയ്ക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇന്റർനാഷണൽ ഹോട്ടലിലോ വൈറ്റ് ഹോട്ടലിലോ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്നിരിക്കും. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് നിന്റെ മതാമ്മ കാല് കുത്തിയിട്ടില്ല. അതിനു മുമ്പ് തുടങ്ങിയ ഒരു വാചകം. വാചകമാണെങ്കിൽ കേൾക്കാൻ രസമുണ്ട്. പറയട്ടടാ, പറയടാ. ആ, നിനക്കല്പ കോമൺ സെൻസ് ഉണ്ട്. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ, വഴിയിൽ റെസ്റ്റ് ചെയ്ത് മാമംഗലം തറവാട്ടിൽ ഞങ്ങൾ കാലുകുത്തുന്നു. അവിടെ അമ്മാവൻ ഹാരമിട്ട് ഞങ്ങളെ സ്വീകരിക്കുന്നു. അമ്മായി അത് പറയാതെ ഞങ്ങൾക്കറിയാം. ചൂലെടുക്കുന്നു അല്ലേ മെന്റെ? ചാണകം പെട്ടിയ ചൂല്. ഇതാ പറഞ്ഞത്, നിനക്കൊന്നും വിവരമില്ലെന്ന്. എടാ, നീലിമ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്റെ അമ്മായി അമ്മയല്ലേ, പിന്നെ അവരെന്തിനു ചൂലെടുക്കണം? അമ്മായി നിലവിളക്കെടുക്കും, കത്തുന്ന നിലവിളക്ക്. പിന്നെ വിവാഹത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ, വിവാഹം, പാർട്ടി, ഹണിമൂൺ ട്രിപ്പ്, റിട്ടേൺ ട്രിപ്പ്. നിങ്ങളെയൊക്കെ പിരിഞ്ഞു പോകേണ്ടി വരുന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ടടാ. പക്ഷെ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. പോയാലും സായിപ്പിന്റെ നാട്ടില് കടാപ്പുറത്തു കൂടി ഞാനിങ്ങനെ പാടി പാടി നടക്കും. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ. എടാ, ഇതൊക്കെ യാഥാർത്ഥ്യമാവണമെങ്കിൽ സായിപ്പിന്റെ നാട്ടിലേക്ക് നീ എന്നെ കൂടെ കെട്ടിയെടുക്കണം. അവിടത്തെ സായിപ്പന്മാർ എന്റെ സന്താനവർദ്ധിനി കഴിക്കണം. മദാമ്മമാർ ഇന്ത്യൻ കുട്ടികളെ പ്രസവിക്കണം. നിന്റെ സന്താന വർദ്ധിനി സായിപ്പന്മാര് കഴിച്ച പിന്നെ മദാമ്മമാരെങ്ങനെ ഇന്ത്യൻ കുട്ടികളെ പ്രസവിക്കും? അതിനല്ലേ സുന്ദരനായ ഈ കൊച്ചു പ്രേമൻ അമേരിക്കയിൽ കാലുകുത്തുന്നത്, അല്ലേ മോനെ മെൻഡസേ? അതെ അതെ. അല്ലല്ലോ കൊച്ചു പ്രേമ. അതൊക്കെ പോട്ടെ. നിന്റെ ഭാവി വധുവിനെ സ്വീകരിക്കാൻ നിന്നെ ഒറ്റയ്ക്ക് അയക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. നീ ഇൻഡീസന്റ് ആയി പോവും. ശരി, സമ്മതിച്ചു.
അമേരിക്കയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാത്ത സ്ഥിതിക്ക് എയർപോർട്ട് വരെ വരാനുള്ള പെർമിഷൻ ഞാൻ തന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം, ആ, നിന്റെ ഈ പറഞ്ഞ ഡ്രസ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോവരുത്. എന്താ? എയർപോർട്ടിൽ ഡീസന്റ് ആയിട്ട് പോണം. നീ അമേരിക്കൻ സ്റ്റൈലിൽ. അവനവന്റെ കാര്യങ്ങൾ അവനവൻ നോക്കണമെന്ന് പറയുന്ന ഇതാ. 10:30 ഫ്ലൈറ്റ്. എയർപോർട്ടിൽ പോകാനുള്ള ഫോറിൻ വണ്ടിയുമായി 8 മണിക്ക് എത്തിക്കൊള്ളാന്ന് പറഞ്ഞാൽ കൊച്ചുപ്രേമം പോയത്. മണി ഇപ്പൊ 9 ആയി. അവൻ ആക്സിഡന്റ് വല്ലതും പറ്റി കാണൂ? കരുനാക്ക് വളച്ചോരം പറഞ്ഞോണ്ടല്ലോ. നിന്റെ കരുനാക്ക് ഫലിച്ചു. കൊച്ചുപ്രേമന്റെ ആരോ മരിച്ചു. എങ്ങനെ മനസ്സിലായി? നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. എല്ലാം വിധിയാണെന്ന് എഴുതി സമാധാനിച്ചാ മതി. എത്ര മണിക്കാ ശവദാഹം? ആരാ മരിച്ചത്? ആര് മരിച്ചു? പിന്നെ ഈ റീത്ത് അയ്യാ, കടയിൽ ബൊക്ക തീർന്നു പോയി. എയർപോർട്ടിൽ വെറും കൈയോടെ പോണ്ടാന്ന് എഴുതി റീത്ത് വാങ്ങിച്ചതാ. 4 മണിക്ക് ഒരെണ്ണം തന്നാണ്ടല്ലോ. അമേരിക്കക്കാരിയല്ലേ വരുന്നത്, ആ. സ്വീകരണത്തിന് കൂടി ചേഞ്ച് ആയിക്കോട്ടെ. ഫോറിൻ വണ്ടി എവിടെ? ആ, അതിന്റെ കാര്യം പറയാനാ വന്നത്. ഫോറിൻ കാർ വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. നീ വിഷമിക്കണ്ട. പുഞ്ചക്കരി കഴിയുമ്പോ ഒരു പാടമില്ലേ, പാടത്തിൽ കൂടെ നീന്തി പോണം. അതല്ലടാ, പിന്നെ? പാടത്തിന്റെ സൈഡിൽ താമസം തോമാച്ചൻ അറിയോ? അറിയാം. ആ, തോമാച്ചൻ ഒരു ഫോറിൻ ടൊയോട്ടയുണ്ട്. മണിക്കൂറിന് 300 രൂപ വാടക കൊടുത്താൽ മതി, അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കേറി, നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാ ഈ അവന്റെ ഒടുക്കത്തെ ഒരു ബൊക്കെ. അയ്യോ, എന്റെ റീത്ത് പോയി. അയ്യോ, കേറ്. അയ്യോ, ഇനി ഞാൻ അവർക്ക് എന്തോ എടുത്ത് കൊടുക്കും. ഫ്ലൈറ്റ് ഇറങ്ങി കാണുമോ ഭഗവാനെ? ഫ്ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഇനി അതും ബ്രേക്ക് ഡൗൺ ആയോ എന്തോ. അതേ ഒരെണ്ണം ഫോണുണ്ട്, പക്ഷേ സൗണ്ട് ഇല്ലല്ലോ. അത് പരുന്താണടാ മണ്ട. വളവാണ്, സൂക്ഷിക്കണേ. ആ, വീരപ്പൻ വേഷം മാറി പൂങ്കോഴി വേണോ പിടക്കോഴി വേണോ അതോ കാട വേണോ? എടാ, പൂവനായാലും കാടനായാലും കോഴി മതി. നീ ഒന്ന് വേഗം പോയിട്ട് വാ. എന്നാ കാശെന്താ? ഇത് എണ്ണ എന്തോ ഉജ്ജ്വല, എടാ ആ വരുന്നത് എന്റെ അനന്തരവനും കൂട്ടുകാരും അല്ലേടാ? അതെ. ഇവന്മാർക്ക് എന്ത് പറ്റി? എയർപോർട്ടിൽ പോയാൽ ഈ വേഷത്തില് ഇനി പുലികളി കഴിഞ്ഞു വല്ല ഏത് കുളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ട് വരികയാടാ? കൊച്ചിനെ കൂട്ടിക്കൊണ്ടു വരാൻ പോയിട്ട് കൊച്ച പറ. അമ്മ പോകുന്ന വഴിക്ക് കാർ ഓടിച്ചു വന്ന ഒരു താടക ഞങ്ങൾ ഇടിച്ച് പാടത്തോട്ടിട്ടു. പിന്നെ ചെളി പുരണ്ട് ഈ വേഷത്തിൽ എങ്ങനെ എയർപോർട്ടിലേക്ക് പോകും? അത് ശരി. ഏത് പെണ്ണുമ്പിളിയാണോ ചതി ചെയ്തത്? അവളുടെ മുഖം കണ്ടില്ല, ബാക്ക് സൈഡ് മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ വണ്ടിയുടെ നമ്പർ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാ? KL 076785. എന്താ നോക്കുന്നേ? മാഡം പറഞ്ഞത് കറക്റ്റാ. അവളെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അടിച്ചു മോന്തര ഷേപ്പ് ഞാൻ മാറ്റിയനെ. ഓ, ശരിയാ, ഞാനും അവളെ ഇടിച്ചേനെ. എന്നാലേ ആ കാർ ഓടിച്ചിരുന്ന ഞാനാ. കുഞ്ഞിനാളിൽ നീ എത്ര പ്രാവശ്യം ഇവനെ പാടത്ത് തള്ളിയിട്ടിട്ടുണ്ട്. ഇപ്പൊ മോഡേൺ ആയപ്പോൾ കാറടിച്ച് തള്ളിയിട്ടു, അത്രേ ഉള്ളൂ. ആ മോളെ, എത്ര പ്രാവശ്യമാ ഇവൻ നിന്നെ ഊഞ്ഞാലാട്ടിട്ടുള്ളത്? എത്രയെത്ര മാമ്പഴവ എത്താ കൊമ്പത്തുനിന്ന് ഇവൻ നിനക്ക് പറിച്ചു തന്നിട്ടുള്ളത്. നിന്റെ ഈ പഴയ കുട്ടിക്കുറങ്ങനെ